ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മറ്റൊരു ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് പറയുന്നു കേട്ടോ. നമ്മളിപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞു. ഇന്ന് ജനുവരി 3 പക്ഷേ എങ്കിലും ഇപ്പോഴും 2025 വണ്ടി കിട്ടാത്ത കുറേ മനുഷ്യർ ഈ ലോകത്തുണ്ട് ഫ്രണ്ട്സ്. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. നമ്മൾ ഓരോ വർഷം ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വർഷവും ദൈവം നമുക്ക് അധികം ജീവിക്കാനായിട്ട് അവസരം തരുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ പ്രവൃത്തിയിലും നമ്മൾ നീതിയുള്ളവരായിരിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മളെ ഒരു വ്യക്തിയെ സമീപിച്ചാൽ പോലും നമ്മുടെ ചിന്താഗതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരണം. എന്നാൽ ചില മനുഷ്യരുണ്ട്, അവരുടെ ചിന്താഗതികൾ ഇന്നും ഒരു മാറ്റവും ഇല്ലാതെ തുടർന്നു കൊണ്ടുപോകുന്ന ആളുകൾ. അതായത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വർഷങ്ങൾ കഴിഞ്ഞാലും മാസങ്ങൾ കഴിഞ്ഞാലും അതിങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. സാധാരണഗതിയിൽ പരദൂഷണം പറയുന്നവരെന്ന് പറയും. ഇവർക്കെന്ന് പറഞ്ഞാൽ ഇവരൊരിക്കലും മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നവരായിരിക്കത്തില്ല. മറ്റുള്ളവർക്ക് നല്ലത് വരുന്നതിൽ ആഹ്ലാദിക്കുന്നവരായിരിക്കത്തില്ല. എന്നും മറ്റുള്ളവരെ കുറ്റം പറയാനും മറ്റുള്ളവരെ വിമർശിക്കാനും ഒരു സ്വാർത്ഥ ചിന്താഗതിക്കാരായിരിക്കും ഇങ്ങനെയുള്ള മനുഷ്യർ. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഓരോ വർഷം ദൈവം നമുക്ക് അധികം തരുമ്പോൾ, ജീവിക്കാനൊരു അവസരം ഓരോ പുലരിയും നമുക്ക് തരുമ്പോൾ ആ ഒരു ദിവസം കിട്ടാത്ത എത്രയോ പേരുണ്ടാവും ഈ ലോകത്ത്. നമ്മുടെ പ്രിയപ്പെട്ടവരാണെങ്കിലും നമ്മളിന്ന് പോകുമ്പോഴാണ് നമ്മൾ ചില ദിവസങ്ങൾ ആ ഒരു ദിവസം നമ്മൾ ഓർക്കുന്നത്. പക്ഷേ ഓരോ ദിവസം എത്രയോ പേരാണ് ഈ ലോകത്ത് നമ്മൾ യാത്ര പറഞ്ഞു പോകുന്നത്, എന്നേക്കുമായിട്ട് തിരിച്ചു വരാൻ പറ്റാത്തൊരു യാത്ര പറഞ്ഞവർ പോകുന്നത്. അപ്പോഴും നമുക്ക് ഓരോ വർഷം ദൈവം തരുമ്പോഴും നമ്മുടെ ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാവണം, നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടാവണം, മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനത്തിൽ മാറ്റം ഉണ്ടാവണം. ഇതൊക്കെ നമുക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് ദൈവം നമുക്ക് തന്ന ഈ മനുഷ്യജന്മം കൊണ്ട് ദൈവത്തിന് പോലും ഒരു സന്തോഷം ഉണ്ടാവും. അതല്ലാതെ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളെയും കഴിഞ്ഞ സംഭവങ്ങളെയും കഴിഞ്ഞ തിക്താനുഭവങ്ങളെയൊക്കെ മനസ്സിൽ കരുതിയിട്ട് അവരോട് പകരം പറ്റണം, ഇവരോട് പകരം പറ്റണം, അവരോട് അങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിക്കാൻ പാടില്ല. നമ്മൾ മാറണം, നമ്മുടെ ചിന്താഗതികൾ മാറണം, നമ്മുടെ കാഴ്ചപ്പാട് മാറണം, നമ്മുടെ മനസ്സ് കുറച്ചും കൂടെ വിശാലമായ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ 2025 നല്ല രീതിയിൽ നമുക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ ഓരോരുത്തരിലും ഒരുപാട് നന്മകളുണ്ട്, പക്ഷെ പല നന്മകളും നമ്മൾ അറിയാൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ വളർത്താൻ ശ്രമിക്കുന്നില്ല. നമ്മളെന്നും പൊട്ടക്കിണറ്റി കിടക്കുന്ന തവളയുടെ അവസ്ഥ എനിക്ക് ചുറ്റും കാണുന്നതാണ് ലോകം. അതിനപ്പുറത്തോട്ടൊരു ലോകമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അങ്ങനെയല്ല, ലോകം എന്ന് പറഞ്ഞാൽ വളരെ വിസ്തൃതിയുള്ളതാണ്. ഒരുപാട് മനുഷ്യർ ഈ ലോകത്ത് താമസിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. അന്നേരം നമ്മൾ മാറുക, നമ്മുടെ ചിന്താഗതികൾ മാറുക. നമുക്കൊരിക്കലും ഒരാളെ നന്നാക്കിയെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ മാറുക. അവരോട് എത്ര പറഞ്ഞാലും ശരിയാവത്തില്ല, എത്ര ഉപദേശിച്ചാലും ശരിയാവത്തില്ല, എത്ര വഴക്ക് പറഞ്ഞാലും ശരിയാവത്തില്ല, എത്ര പിണങ്ങിയിരുന്നാലും ശരിയാവത്തില്ല. അന്നേരം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നമ്മുടെ ചിന്താഗതികൾ മാറ്റുക. അന്നേരം ഓട്ടോമാറ്റിക്കായി അവർ ശരിയായിക്കോളും. കാരണം എന്താണെന്നറിയാം, ഇപ്പം നമ്മൾ വീണ്ടും പഴയ രീതിയിൽ നമ്മളോട് മിണ്ടാത്തവരോട് നമ്മൾ എന്ന് മിണ്ടുക, കുറേ ഉപദേശിക്കുക, അങ്ങനെ ചെയ്യില്ലേ ഇങ്ങനെ ചെയ്യില്ലേ എന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക. ചെയ്ത് വരുമ്പോൾ അവർക്ക് മനസ്സിലാവും ഞാൻ എന്ത് കാണിച്ചാലും ഇത് തന്നെ ആയിരിക്കും തിരിച്ചു എന്ന് പറയാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ ആ ഒരു നിലപാട് മാറ്റുക, നമ്മുടെ ചില നിലപാടുകളിൽ മാറ്റം വരുത്തുക, നമ്മുടെ സമീപനത്തിൽ മാറ്റം വരുത്തുക. അങ്ങനെ വരുത്തുമ്പോൾ തന്നെ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നമുക്ക് അതിജീവിച്ച് പോകാനായിട്ട് പറ്റും. പിന്നെന്താ പറയുക, നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അളവുകോൽ. അതല്ലാതെ ദൈവമേ എനിക്ക് എന്താണ് ഇങ്ങനെ പറ്റി, 2025 ഇത് തന്നെയാണോ അവസ്ഥ, ദൈവത്തോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ദൈവം നമുക്ക് ജീവിക്കാൻ, ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ജീവിക്കാനാണ് 2025 ദൈവം എനിക്ക് തന്നേക്കുന്നത്. എന്നിട്ട് ഈ ഒരു വർഷത്തെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുക. എൻ്റെ ജീവിതം എനിക്ക് സ്വന്തമാണെന്ന് കരുതി ജീവിക്കുക. എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ ഞാൻ തന്നെ എടുക്കണമെന്ന് തീരുമാനിക്കുക. അത് വളരെയേറെ ആലോചിച്ച്, വേറെ ആരോട് ആലോചിക്കാനല്ല പറഞ്ഞത്, സ്വന്തമായിട്ട് ആലോചിക്കുക, സ്വന്തമായിട്ട് കുറേ നേരം സംസാരിക്കുക. അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക. ഇപ്പം തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുകയാണേ. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.